കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരും ദൈവമാതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിൽ കഴിഞ്ഞ 56 എപ്പിസോഡുകളിലായി തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മെജ്ജുവരിയിലെ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളും സന്ദേശങ്ങളുമാണ്. ഇന്ന് മെജ്ജുഗൊരയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളുടെ സന്ദേശങ്ങളുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മെജ്ജുഗൊരയിലെ പ്രത്യക്ഷപ്പെടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെജ്ജുഗൊരയിൽ അമ്മ ഇപ്പോഴും പ്രത്യക്ഷപ്പെടൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ കഴിഞ്ഞ 43 വർഷങ്ങളായി മെജ്ജുഗൊരയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യക്ഷപ്പെടൽ അതെന്ന് അവസാനിക്കും നമുക്കറിയില്ല. വ്യക്തിപരമായ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ, പബ്ലിക്കായിട്ടുള്ള ചില പ്രത്യക്ഷപ്പെടൽ അമ്മ നിർത്തി, നമുക്കറിയാതെ. അമ്മ പറഞ്ഞതനുസരിച്ച് ഇത്രയും കാലമേ ഞാൻ ഈ ഭൂമി വരികയുള്ളൂ പറഞ്ഞ് പബ്ലിക്കായിട്ടുള്ള പ്രത്യക്ഷപ്പെടൽ അമ്മ നിർത്തി. പക്ഷേ പ്രൈവറ്റായിട്ട് അമ്മ ഇപ്പോഴും അവിടെയുള്ള മെജ്ജൂരി വിഷയമാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ സന്ദേശങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച് ലോകത്തിന് പങ്കുവയ്ക്കേണ്ട നിർണായകമായ സന്ദേശങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് മറ്റ് എപ്പിസോഡിലൂടെ തീർച്ചയായിട്ടും ഞാൻ പങ്കുവയ്ക്കും. എന്നാൽ ഈ പരമ്പരയിൽ ഇന്ന് മെജ്ജുഗരി സന്ദേശങ്ങളുടെ അവസാനത്തെ എപ്പിസോഡാണ്. അതുകൊണ്ട് ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മെജ്ജുഗരിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് അമ്മയുടെ സന്ദേശങ്ങൾ ജീവിക്കുക എന്നാണ്. ഈ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള അമ്മയുടെ ഈ ഒരു ആഹ്വാനമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. അമ്മ പറയുന്ന, മക്കളെ, എൻ്റെ സന്ദേശങ്ങൾ ശ്രവിക്കുന്നവരായി മാത്രം നിങ്ങൾ കേൾക്കാതെ എൻ്റെ സന്ദേശങ്ങൾ ജീവിക്കുന്നവരായി നിങ്ങൾ മാറണമെന്ന് പരിശുദ്ധ അമ്മ മെജ്ജുഗരിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അമ്മയുടെ സന്ദേശങ്ങൾ ജീവിക്കുന്നവരായി മാറണം. അമ്മ പറയുന്നു, എൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ ഈ ലോകത്ത് വിശുദ്ധിയുടെ വിത്തുകൾ പാകുകയാണ് എന്ന്. പരിശുദ്ധ അമ്മ കഴിഞ്ഞ പല എപ്പിസോഡുകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ജീവിക്കുമ്പോൾ, ജീവിതത്തിൽ ഏറ്റെടുത്ത് അത് പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയുടെ വിത്തുകൾ ഈ ലോകത്ത് വിതയ്ക്കുകയാണ് എന്ന് പരിശുദ്ധ അമ്മ മെജ്ജുഗരിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ പറയുന്ന, മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ ഈ സ്ഥലത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും നാളും ഞാൻ നിങ്ങളോടൊത്തായിരിക്കുവാൻ പരിശ്രമിച്ചത്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, നിങ്ങളെ സ്വർഗോന്മുഖരാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോടൊത്തായിരിക്കുവാൻ അനുദിനം പരിശ്രമിക്കുന്നത്. എന്നിട്ട് അമ്മ പറഞ്ഞു, നിങ്ങളെ വിശുദ്ധിയിലും നന്മയിലും ദൈവസ്നേഹത്തിലും അനുസരണത്തിലും വളർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ആയിരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ വിശുദ്ധിയിലും നിങ്ങളെ നന്മയിലും നിങ്ങളെ ദൈവസ്നേഹത്തിലും അനുസരണത്തിലും വളർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും നിങ്ങളുടെ കൂടെ ആയിരുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞു, നിങ്ങളെ വിശുദ്ധി വളർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സന്ദേശങ്ങളെല്ലാം നൽകിയത്. നിങ്ങൾ കുറേ പേര് അത് ഏറ്റെടുത്തിട്ടുണ്ട്, വിശുദ്ധ ജീവിതം ആരംഭിച്ചിട്ടുണ്ട്. കാരണം വിശുദ്ധി കൂടാതെ ആർക്കും
ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് തിരുവചനത്തിലൂടെ തന്നെ കർത്താവ് നമുക്ക് പങ്കുവെച്ച് നൽകുമ്പോൾ പരിശുദ്ധയമ്മ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ ദൈവത്തെ ദർശിക്കുന്നവരാക്കി മാറ്റുന്നതിന് വേണ്ടിയ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി മെജ്ജുഗൊരിയിലൂടെ നമ്മൾ ഒരുക്കുകയായിരുന്നു. ഇനി നന്മ പ്രവർത്തികൾ ചെയ്യുന്നവരായി മാറുവാൻ പരിശുദ്ധയമ്മ മെജ്ജുഗൊരിയിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയായിരുന്നു, നമ്മൾ ഒരുക്കുകയായിരുന്നു. നന്മ ചെയ്യുന്നവരായി മാറുവാൻ, നന്മ ചെയ്ത് വേണം, പുണ്യപ്രവൃത്തികൾ ചെയ്ത് വേണം നമ്മൾ പുണ്യവാന്മാരായി പുണ്യമുള്ളവരായി മാറേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധയമ്മ മെജ്ജുഗൊരി നൽകിയ സന്ദേശങ്ങളെല്ലാം തന്നെ നന്മ ചെയ്യുന്നവരായി മാറുവാൻ, നന്മ പ്രവൃത്തികളിൽ പരിശീലിക്കുവാൻ, നന്മ പ്രവൃത്തിയിലൂടെ സഞ്ചരിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്ന സന്ദേശങ്ങളാണ്. മറ്റുള്ളവർക്കും ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും നന്മ ചെയ്യാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുകയായിരുന്നു പരിശുദ്ധയമ്മ മെജ്ജുഗൊരിയിലൂടെ. ഇനി അടുത്തായി അമ്മ പറയുന്നു, നിങ്ങളെ അനുസരണമുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയാ. അമ്മയുടെ സന്ദേശം വളരെ വ്യക്തമാണ്. അനുസരണക്കേടിൻ്റെ പുത്രരാണ് സാത്താൻ. അവൻ അനുസരണക്കേടാ. ആദത്തെ ഹവ്വായെ അനുസരണക്കേടിലേക്ക് നയിച്ചത് തിന്മയാണ്, പിശാചാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുസരണക്കേട് പലപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ തിന്മ പ്രവർത്തിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ പറയുമ്പോൾ ഈ ലോകത്ത് അനുസരണക്കേടിൻ്റെ പുത്രനായ പിശാച് നമ്മളെയൊക്കെ സ്വാധീനിക്കാൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങളെ ദൈവത്തോട് അനുസരണയുള്ളവരായി മാറ്റുന്നതിന് വേണ്ടിയും നിങ്ങളുടെ അധികാരികളോട് അനുസരണയുള്ളവരായി മാറ്റുന്നതിന് വേണ്ടി, ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി അനുസരണമുള്ള മക്കളായി നിങ്ങളെ വളർത്തുവാൻ ഞാൻ മെജ്ജുഗൊരിയിലൂടെ പരിശ്രമിക്കുകയായിരുന്നുവെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി മാറ്റുവാൻ, നന്മ പ്രവൃത്തികൾ ചെയ്ത് നമ്മളിലൊക്കെ നന്മയുള്ളവരാക്കി മാറ്റുവാൻ, നമ്മളെ അനുസരണം എന്ന വലിയ പുണ്യം പരിശുദ്ധ അമ്മയെ നമുക്ക് ഈ അനുസരണത്തിൻ്റെ ഈ വലിയ ഈ സന്ദേശം നൽകുമ്പോൾ ശ്രീമള സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശം ജീവിക്കുന്നവരായി മാറണമെന്ന് നമ്മൾ പറയുമ്പോൾ ഇത് അനുസരണം, അത് വലിയ ഒരു കാര്യമാണ്. നമ്മുടെ ഹിതം, നമ്മുടെ ഇംഗിതമൊക്കെ വിട്ട് സ്വാർത്ഥത വെടിഞ്ഞ് അനുസരിക്കുന്ന ഒരു എളിമയുടെ തലത്തിലേക്ക് നമ്മളെ ഉയർത്തുവാൻ പരിശുദ്ധ അമ്മ മെജ്ജുഗൊരിയിലൂടെ പരിശ്രമിക്കുകയാണ്, അനുസരണത്തിൻ്റെ മക്കളായി മാറുവാൻ. ഇനി പരിശുദ്ധ പറയുന്നു, ദൈവസ്നേഹത്താൽ നിങ്ങളെ പൊതിയുന്നതിന് വേണ്ടി ഞാൻ ഇത്രയും കാലം ഇവിടെ നിങ്ങളോടൊത്തായിരിക്കുന്നു. ദൈവസ്നേഹം, നമ്മളൊക്കെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ആരാണെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹം അറിയാതെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുമ്പോൾ അത് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചറിഞ്ഞ ഇപ്രകാരമാണ്, ഈ ലോകത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ എടുത്തു നോക്കി, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ, ഈ ലോകത്തിലെ ഒരു വ്യക്തിയെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ വ്യക്തിയുടെ സ്നേഹം എത്ര കിട്ടിയാലും നമ്മൾക്ക് തികയില്ല. ആ ഒരു വ്യക്തി നമ്മളെ അദ്ദേഹത്തിന് സാധിക്കുന്ന രീതിയിലൊക്കെ സ്നേഹിച്ചാലും നമ്മൾ പറയും, ഈ വ്യക്തിക്ക് എന്നോട് സ്നേഹമില്ല, ഇല്ല ഈ വ്യക്തി ആവശ്യത്തിന് സ്നേഹിക്കുന്നില്ല. ആ വ്യക്തിയിൽ എന്തെങ്കിലും ചെറിയൊരു അകൽച്ച നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് വളരെ തകർച്ചയായി മാറുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ വ്യക്തികളുടെ സ്നേഹം അതൊരിക്കലും മതിയാവുന്നതല്ല. അതുകൊണ്ട് പരിശുദ്ധ പറയുക, നിങ്ങളെ ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോടൊത്ത് ഇത്രയും കാലമായിരുന്നത്. ദൈവസ്നേഹം നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ ഈ ലോകത്തിന്റെ സ്നേഹത്തിന്റെ പുറമെ നമ്മൾ പോകില്ല, ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് പുറമെ നമ്മൾ പോകില്ല. അതുകൊണ്ട് അമ്മ പറയുക, ഞാൻ മെജ്ജുഗൊരിയിൽ തന്ന ഈ സന്ദേശങ്ങൾ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ദൈവസ്നേഹത്താൽ നിറയപ്പെടും. ഞാൻ നൽകിയ സന്ദേശങ്ങൾ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ വിശുദ്ധിയുടെ വിത്ത് ഈ ലോകത്ത് പാകുന്നവരായി മാറും. ഞാൻ നൽകിയ സന്ദേശങ്ങൾ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നന്മയുള്ളവരായി മാറും. പിന്നെ നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ നിങ്ങളുള്ള നന്മ തിരിച്ചറിയും. അങ്ങനെ പുണ്യം ചെയ്യുന്നവരായി നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കുകയും അതിനുശേഷം സ്വർഗത്തിൽ വാഴുകയും ചെയ്യാൻ സാധിക്കും. ഞാൻ നൽകിയ സന്ദേശങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അനുസരണക്കേടിൻ്റെ മക്കളായി മാറില്ല. നിങ്ങൾ
അനുസരണമെന്ന പുണ്യത്തിൽ വളർന്ന് 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 പന്തലിച്ച് ദൈവസന്നിധിയിൽ എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി അമ്മ പറയുക, നിങ്ങൾ ദൈവസ്നേഹത്താൽ നിറയപ്പെടും, നിങ്ങൾ എൻ്റെ സന്ദേശങ്ങൾ, മെജ്ജുഗരി സന്ദേശങ്ങൾ ജീവിക്കുന്നവരാകുമ്പോൾ എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വലിയൊരു സന്ദേശമാണ് നമ്മളെ ദൈവസ്നേഹത്താൽ നിറയ്ക്കും എന്നുള്ള സന്ദേശം. അതുകൊണ്ട് മെജ്ജുഗരിയിലെ നമ്മൾ കേട്ട സന്ദേശങ്ങളൊക്കെ പരിശുദ്ധ അമ്മ നമ്മോട് ജീവിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇതിൻ്റെ പലതും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കേട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ എല്ലാം ഒന്നും ഒരു പക്ഷേ നമുക്ക് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും കുറേയൊക്കെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. സാധിക്കാത്ത കാര്യങ്ങൾ ദൈവം പങ്കുവയ്ക്കില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ അവസാനിക്കുന്ന ഇപ്രകാരമാണ്. അമ്മ പറയാ, മക്കളെ, എൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾ വഹിക്കുന്നവരായി മാത്രമാകാതെ ജീവിക്കുന്നവരായി മാറണം. കാരണം ഇവ സ്വർഗത്തിൽ നിന്ന് വരുന്നുവെന്ന്. എൻ്റെ സന്ദേശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവരായി മാത്രം നിങ്ങൾ മാറരുത്, അത് പ്രവർത്തിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം. ഇതാണ് അമ്മ പറയുക. പലരും മെജ്ജുഗരി സന്ദേശങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്, മെജ്ജുഗരി സന്ദേശങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്, എന്നാൽ ജീവിക്കാറുണ്ട്. അമ്മ പറയാ, അത് പ്രയോജനകരമല്ല. നിങ്ങൾ വാക്കുകൊണ്ട് എൻ്റെ സന്ദേശങ്ങൾ സംസാരിക്കുന്നവരാകണം, ഒപ്പം അത് പ്രവർത്തിക്കുന്നവരുമാകണം, ജീവിക്കുന്നവരുമാകണം. എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂവെന്ന് പരിശുദ്ധ അമ്മ പറയുക. എന്നാൽ അമ്മ മറ്റൊരു കൂട്ടരെ കുറിച്ച് പറഞ്ഞു. ലോകത്ത് ചില കൂട്ടരുണ്ട്, അവർ മെജ്ജുഗരി സന്ദേശം ജീവിക്കുന്നു, അവർ മെജ്ജുഗരി സന്ദേശം പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അവർ പാപത്തിന്റെ സുഖങ്ങളിലും പെട്ടുപോകുന്നു. അമ്മ പറഞ്ഞു, അത് അപകടകരമാ. നിങ്ങൾ മെജ്ജുഗരി സന്ദേശം ജീവിക്കാൻ പരിശ്രമിക്കുന്നു, ഒപ്പം പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. രണ്ട് വള്ളങ്ങളിൽ കാല് വെച്ചാൽ തകർച്ചയാണ്. അമ്മ പറയുന്നു, മെജ്ജുഗരി സന്ദേശം ജീവിക്കുമ്പോൾ പിന്നെ പാപത്തിന്റെ വഴികൾ ഉപേക്ഷിക്കണം. ഇത് രണ്ടും ഒന്നിച്ചു പോകാൻ സാധിക്കില്ല എന്ന് പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മെജ്ജുഗരി സന്ദേശങ്ങൾ ജീവിച്ചുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുന്ന സ്വർഗോന്മുഖരായ മക്കളായി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ മെജ്ജുഗരിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇനി പരിശുദ്ധ അമ്മ മെജ്ജുഗരിലൂടെ സന്ദേശങ്ങൾ ജീവിക്കുന്നവരായ മാറണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ നൽകിയ ഒരു 4-5 പ്രത്യേകമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 1, നിങ്ങൾ ദേവാലയങ്ങളിൽ കടന്നു ചെന്ന് ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ സന്ധിക്കുന്നവരുമായി മാറണം. നിങ്ങൾ ദേവാലയങ്ങളിൽ കടന്നു ചെന്ന് ദൈവത്തെ, അതായത് നിങ്ങൾ ദൈവാരാധനയിൽ പങ്കുചേർന്നവരായി മാറണം. ദിവികാരണത്തെ ആരാധിക്കണം. നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം. വിശുദ്ധ ബലിയിൽ സ്നേഹത്തോടെ പങ്കെടുക്കണം. ദേവാലയങ്ങളിൽ കടന്നു ചെന്ന്, അത് വീട്ടിലിരുന്ന് കുർബാന കണ്ടാൽ പോലെ ചിന്തിക്കരുത്. പരിശുദ്ധ അമ്മ നേരത്തെ നൽകിയ സന്ദേശം, ഇപ്പോൾ ഈ കൊറോണയ്ക്കൊക്കെ ശേഷം നമ്മളൊക്കെ പലരും വീട്ടിലിരുന്ന് ഓൺലൈൻ കുർബാനകൾ കണ്ടാൽ മതിയല്ലോ എന്നൊക്കെയുള്ള ചിന്തയിൽ കഴിയുന്ന അനേകരുണ്ട്. പ്രായാധിക്യം കൊണ്ടും രോഗം കൊണ്ടും ദേവാലയത്തിൽ പോകാൻ സാധിക്കാതെ ഇരിക്കുന്നവരുടെ കാര്യം അമ്മയ്ക്കറിയാം. അവർക്ക് ഓൺലൈൻ കുർബാനയിലൂടെ തന്നെ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹം വാങ്ങിക്കൊടുക്കും. എന്നാൽ ബുദ്ധിമുട്ടില്ലാതെ ദേവാലയത്തിൽ പോകാൻ സാധിക്കുന്നവർ മടി പിടിച്ച് ഓൺലൈൻ കുർബാന കാണുന്നത് അത് അനുഗ്രഹപ്രദമല്ല. അമ്മ പറയുന്നു, നിങ്ങൾ ദൈവവുമായി സന്ധിക്കുന്നതിനും ദൈവമായി ഇടപെടുന്നതിനും ദൈവത്തെ ആരാധിക്കാൻ ദേവാലയങ്ങളിൽ കടന്നു ചെല്ലണം. അവിടെ സക്രാൻ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ ആരാധിക്കണം. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതങ്ങൾ ക്രമീകരിക്കണമെന്ന് പരിശുദ്ധ അമ്മ മെജ്ജുഗരിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഈ രണ്ടാമതായി അമ്മ പറയുന്നു, നിങ്ങൾ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനകളിൽ ഒന്നുചേരണം. മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ കുടുംബങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്നു ചേർന്ന് കുടുംബ പ്രാർത്ഥന നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം. നിങ്ങൾ
കുടുംബ പ്രാർത്ഥന മാറ്റിവെക്കരുത്. കുടുംബങ്ങളുടെ ഭദ്രത കുടുംബ പ്രാർത്ഥനയിലാണ് അടങ്ങിയിരിക്കുന്നത്. നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി കുടുംബ പ്രാർത്ഥന മാറ്റിവെക്കാറുണ്ട്. ചില ആഘോഷങ്ങൾക്ക് വേണ്ടി, ചില പാർട്ടികൾക്ക് വേണ്ടി, ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ബിസിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചില ബർത്ത്ഡേ പാർട്ടികൾക്കോ മറ്റ് ആഘോഷങ്ങൾക്കോ ഒക്കെ പോകുമ്പോൾ നമ്മൾ മാറ്റിവെക്കുന്ന കുടുംബ പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥന മാറ്റിവെക്കരുത് എന്ന് പരിശുദ്ധ അമ്മ മെജുല. കുടുംബത്തിൽ നിങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒന്നു ചേരണമെന്ന് അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു. കുടുംബത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഭദ്രതയിലേക്ക് നയിക്കുവാൻ. കുടുംബ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട് എന്ന് പരിശുദ്ധ അമ്മ മെജുലൂടെ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മൂന്നാമതായി, നിങ്ങൾ ദൈവ കടാക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, മെജുവിന് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ദൈവ കടാക്ഷത്തിന് വേണ്ടി, ദൈവ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ലോകം പല രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ദൈവ കരുണ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നിറയുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കടാക്ഷം നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവ കടാക്ഷത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനി നാലാമതായി, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ അവരെ സഹായിക്കണം. അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. നിങ്ങൾ മരിച്ചുപോയവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ നമ്മൾ ആവശ്യപ്പെടുക. അവരെ വിസ്മരിച്ച് ജീവിക്കരുത്. മെജുവരി സന്ദേശങ്ങൾ നമ്മൾ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ നിങ്ങൾ വിസ്മരിക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബലിയർപ്പിച്ച്, വിശുദ്ധ ബലിയിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് അവരെ സഹായിക്കണമെന്ന് പരിശുദ്ധ അമ്മ മെജുവിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഇനി അടുത്തതായി, നിങ്ങളുടെ അടുക്കൽ അപ്പത്തിന് വേണ്ടി യാചിക്കുന്നവരെ അവജ്ഞയോടെ വീക്ഷിക്കരുത്. അഞ്ചാമത്തെ കാര്യം അമ്മ പറയുകയാണ്, നിങ്ങളുടെ അടുക്കൽ അപ്പത്തിന് വേണ്ടി യാചിക്കുന്നവരെ അവജ്ഞയോടെ വീക്ഷിക്കരുത്. നമുക്കൊരു പക്ഷേ ദൈവം സമൃദ്ധി നൽകിയിട്ടുണ്ടാകാം, നമുക്ക് അത്യാവശ്യം കാശൊക്കെ ഉണ്ടാകാം. എന്നാൽ പാവപ്പെട്ട ഒരു മനുഷ്യൻ നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ യാചിക്കുമ്പോൾ ഞാൻ എൻ്റെ സമൃദ്ധിയുടെ അഹങ്കാരം കാണിക്കരുത്. നിങ്ങളുടെ അടുത്ത് ഒരു വ്യക്തി അപ്പത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ, അവൻ്റെ കുടുംബത്തെ നയിക്കാൻ ഒന്നുമില്ലാതെ അല്പസഹായത്തിനോട് കടന്നു വരുമ്പോൾ ബാങ്കിലെ നിക്ഷേപങ്ങൾ കുറയുമല്ലോ എന്ന് കരുതി നീ അവജ്ഞയോടുകൂടി വീക്ഷിക്കരുത്, പിന്തിരിഞ്ഞു പോകരുത്. ദൈവത്തിനറിയാം നിനക്ക് എത്രമാത്രം ഈ വ്യക്തിയെ സഹായിക്കാൻ സാധിക്കുമെന്ന്. കാരണം നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് നിനക്ക് വേണ്ടിയല്ല, നിന്നിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് എന്ന് പരിശുദ്ധ അമ്മ മെജുവിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മ പറയുന്നു, നിങ്ങളുടെ സമൃദ്ധിയുടെ മേശയിൽ നിന്ന് അവരെ ആട്ടി ഓടിക്കരുത് എന്ന്. നമ്മുടെ മേശയ്ക്ക് ചുറ്റും സമൃദ്ധമായ, വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണുമ്പോൾ ഒരു പാവപ്പെട്ടവനെ കണ്ടില്ല എന്ന് നടിക്കരുത്, അയൽക്കാരനെ കണ്ടില്ല എന്ന് നടിക്കരുത് എന്ന് പരിശുദ്ധ അമ്മ മെജുവിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നിന്റെ സമൃദ്ധിയുടെ മേശയിൽ നിന്ന് അവനെ ആട്ടി ഓടിക്കരുത്, അവരെ സഹായിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ മെജുഗരി സന്ദേശം ശക്തമായി നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മോട് ഇതോട് കൂട്ടിച്ചേർന്ന് മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. ദൈവം ഒരുപാട് കരുണ നമ്മളോട് കാണിച്ചിട്ടുണ്ട്. മെജുഗരിയിലൂടെ പരിശുദ്ധ അമ്മ നമ്മോട് ചോദിക്കുകയാണ്, ഈ ദൈവമായി രമ്യതപ്പെട്ട് ദൈവത്തിനു വേണ്ടി ഐക്യപ്പെടുവാൻ നീ പരിശ്രമിക്കുമ്പോൾ നീ എന്തെങ്കിലും ത്യാഗം ചെയ്തിട്ട് എത്ര നാളായി എന്ന്. നീ ദൈവത്തോട് അടുത്തിരിക്കുവാനും അനുദിനം ദൈവ കരുണ നീ സ്വീകരിച്ചിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുവാനും അല്പം ത്യാഗം ചെയ്ത്, പരിത്യാഗം ചെയ്ത് ദൈവത്തോട് അടുക്കുവാൻ നീ മനഃപൂർവ്വം പരിശ്രമിച്ചിട്ട് എത്ര നാളായി എന്ന് പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്. പരിത്യാഗത്തിലൂടെ നിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ദൈവത്തോട് ഐക്യപ്പെടുവാൻ
നീ പരിശ്രമിച്ചിട്ട് എത്ര നാളായി? ഒരുപക്ഷെ ഈ ചോദ്യം നമുക്കൊന്ന് ഏറ്റെടുക്കാം. ഞാനൊരു പരിത്യാഗ പ്രവൃത്തി ചെയ്തിട്ട് എത്ര നാളായി? ഞാനൊരു ത്യാഗപ്രവൃത്തി ചെയ്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ വേണ്ടി കാഴ്ചവെച്ചിട്ട് എത്ര നാളായി? ദൈവത്തോട് അടുക്കും ഞാൻ അനുദിനം ദൈവസ്ഥലിൽ കരുണ സ്വീകരിച്ച് ഞാൻ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞാൻ എന്താണ് ഉപേക്ഷിച്ചിരിക്കുന്നത്? എന്ത് ത്യാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ, മെജ്ജൂര് സന്ദേശം ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മോട് ചോദിക്കുക, നീ പരിത്യാഗം ചെയ്ത്, അല്പം ത്യാഗം ചെയ്ത് ദൈവത്തോട് അടുക്കുവാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നീ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ഉപവസിച്ച് നീ പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ടത്? ഇങ്ങനെ പല ചോദ്യങ്ങൾ പരിശുദ്ധ അമ്മ മെജ്ജൂരോട് ചോദിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഈ ഉപവാസത്തിലൂടെ നീ എന്തെങ്കിലും അനുഗ്രഹം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉപവാസത്തിലൂടെ നീ ദൈവ കരുണ നിന്നിൽ നിറയപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ ഉപവസിക്കുന്നത് മറ്റാരും അറിയാതെ ദൈവം മാത്രം അറിയത്തക്ക രീതിയിൽ നീ ഉപവസിക്കണം. നീ ഉപവസിക്കുന്നത് പറഞ്ഞു നടക്കരുത്. നീ ഇന്ന് ഇത്രമാത്രം ഉപവസിക്കുന്നുണ്ടെന്ന് ആരോടും പറയാൻ പോകരുത്. കൃപ നഷ്ടപ്പെട്ടു. മെജ്ജൂരിയുടെ പരിശുദ്ധം പറഞ്ഞു തരികയാണ്, ഉപവാസം അത് വലിയൊരു ആയുധമാണ്. ഉപവാസം തിന്മയെ തകർക്കുന്ന ഒരു ആയുധമാണ്. എന്നാൽ ആ ഉപവാസത്തിന്റെ കൃപ നിനക്ക് ലഭിക്കണമെങ്കിൽ നീ ഉപവസിക്കുന്ന കാര്യം ദൈവമല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല എന്ന് പരിശുദ്ധ അമ്മ നമ്മോട് പറഞ്ഞു തരികയാണ്. ചിലപ്പോഴൊക്കെ ഉപവസിക്കുമ്പോൾ സാത്താൻ നമ്മുടെ ഉള്ളിലിടുന്ന ഒരു ചിന്തയാണ്, ഇത് 4 പേരോട് പറയണം, 4 പേര് കാണണം ഞാൻ ഉപവസിക്കുന്നുണ്ട് എന്ന്. അത് കൃപകൾ നഷ്ടപ്പെടുത്തുമെന്നാണ് മെജ്ജൂരിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരിക. നീ ഉപവസിക്കുന്നുണ്ടെങ്കിൽ നീ ഉപവസിക്കുന്ന കാര്യം ദൈവമല്ലാതെ മറ്റാരും അറിയാതെ ചെയ്യുക. അപ്പോൾ ദൈവത്തിന്റെ കൃപയ്ക്ക് നീ പാത്രമാകുമെന്ന് പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ അമ്മ കൂട്ടിച്ചേർത്തു, നിങ്ങൾ പലപ്പോഴും മറ്റു പലരെയും സഹായിക്കുന്നവരാണ്. നിങ്ങൾ പലപ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ നിങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് പാവപ്പെട്ടവരെ സഹായിക്കാറുമുണ്ട്. എന്നാൽ ഈ പരോപകാര പ്രവൃത്തിയിലൂടെ നിനക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നീ പാവപ്പെട്ടവനെ സഹായിക്കുന്നത് ദൈവമല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല എന്ന് പരിശുദ്ധ അമ്മ മെജ്ജൂരിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് അല്പം പൈസയൊക്കെ നമുക്ക് ആയി കഴിയുമ്പോൾ തീർച്ചയായും ചില സംരംഭങ്ങളെ നമ്മൾ ഏറ്റെടുക്കാറുണ്ട്, സ്പോൺസർ ചെയ്യാറുണ്ട് ചില കാര്യങ്ങളൊക്കെ. ഞാൻ ചില ഹോസ്പിറ്റലുകളൊക്കെ ചെല്ലുമ്പോൾ കാണുന്നുണ്ട്, ഇന്ന റൂം ഇന്ന കുടുംബം സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ചില പള്ളിയിൽ പോകുമ്പോൾ പ്യൂസ്, ബെഞ്ചുകൾ ഇന്ന ഒരു കുടുംബത്തിൻ്റെ പേരും കുടുംബനാഥൻ്റെ പേരൊക്കെ ഇട്ട് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ വ്യക്തിയാണ്, പബ്ലിക്കായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർ നല്ലൊരു മാതൃക കണ്ടുകൊണ്ട് അവരനുകരിക്കുന്നതിന് വേണ്ടിയാകാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നോട്ടീസിൽ പേര് ഇന്ന വ്യക്തി ഇത് ചെയ്തു, ഇത്രമാത്രം സംഭാവന. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരുപക്ഷെ ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കി കാണുമ്പോൾ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ള ഒരു തൃപ്തി മനുഷ്യന് ലഭിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കി കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നത് മറ്റാരും അറിയാതെ ചെയ്യുന്നതാണ് അനുഗ്രഹമെന്ന് നാം തിരിച്ചറിയൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾക്കൊരു ദൈവം നൽകിയ സമ്പത്ത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ നമ്മുടെ മെറിറ്റ് അല്ല, നമ്മുടെ ജനറോസിറ്റി ഒന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവം നൽകിയത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. ഒരു പാവപ്പെട്ട വ്യക്തിയെ സഹായിക്കുമ്പോൾ, പള്ളിയിലൊരു ഉപകാരം ചെയ്യുമ്പോൾ ചില സഹോദരൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വിശ്വാസി ആ വിശ്വാസി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുമ്പോൾ വികാരിച്ചൻ പറഞ്ഞ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ പല പള്ളികളിൽ കേട്ടിട്ടുണ്ട്, ഇന്ന കാര്യം പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസി നമുക്ക് ചെയ്തു തന്നിരിക്കുന്നു, ആ വ്യക്തി സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. കാരണം അവൻ ദൈവം മാത്രം അറിയാൻ, ദൈവസ്ഥലിൽ മാത്രം മഹത്വപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി മാറും. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മെജ്ജൂരിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. നമ്മൾ കഴിയുന്നത്ര പരോപകാരം ചെയ്യണം.
നമ്മൾ ദേവാലയത്തിൽ സഹായിക്കണം, നമ്മൾ പാവപ്പെട്ട അവർക്ക് അന്നദാനം നൽകണം. നമ്മുടെ ചുറ്റുപാടും എത്ര സ്ഥാപനങ്ങളുണ്ട്, ഗവൺമെന്റിൽ നിന്ന് വലിയ കാര്യമായ സഹായം ഒന്നും ലഭിക്കാതെ വാർദ്ധക്യത്തിൽ കഴിയുന്ന സഹോദരങ്ങളെ സംരക്ഷിക്കുന്നവരുണ്ട്, തെരുവിൽ അലയുന്നവരെ സഹായിക്കുന്നവരുണ്ട്, ആകാശപ്പുറകൾ പോലെ തെരുവുകുട്ടികളെ നോക്കുന്നവരൊക്കെയുണ്ട്. ഇവർക്കൊക്കെ നമ്മളിലൂടെ നമ്മൾ സഹായം എത്തിക്കണം. എന്നാൽ അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ആകരുത്. ഇതാണ് പരിശുദ്ധ അമ്മ പറയുക. ആ പബ്ലിസിറ്റി ഈ ലോകത്തോടെ തീർന്നു, സ്വർഗത്തിൽ അതിനൊരു മഹിമയുമില്ല എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കുക. നീ എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ ദൈവപിതാവിന് മാത്രം മഹത്വം നൽകിക്കൊണ്ട്, നിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പേരിന് പെരുമയ്ക്ക് വേണ്ടിയല്ല, അതെല്ലാം ഈ ലോകത്തോടെ തീർന്നതാണ്. പരിശുദ്ധ അമ്മ മെജ്ജുകരിലൂടെ ശക്തമായി പറഞ്ഞു തരിക, നീ ഈ മെജ്ജുകരി സന്ദേശം ജീവിക്കുന്ന വ്യക്തിയായി മാറണമെന്നും, നീ ഒരു പാവപ്പെട്ടനെ സഹായിക്കുമ്പോൾ അത് ദൈവമഹത്വത്തിന് വേണ്ടി ദൈവം മാത്രം അറിഞ്ഞു ചെയ്യുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മെജ്ജുകരി സന്ദേശങ്ങൾ വളരെ ശക്തമാണ്. മെജ്ജുകരി സന്ദേശങ്ങൾ അത് സ്വർഗീയമാണ്. മെജ്ജുകരി സന്ദേശങ്ങൾ നമ്മളെ സ്വർഗത്തിലെത്തിക്കുവാൻ അനുരൂപമാണ്. മെജ്ജുകരി സന്ദേശങ്ങൾ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അമ്മ പങ്കുവയ്ക്കുന്ന ഇത്ര മാത്രമാണ്. ഈ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് കൂടെ, അമ്മയുടെ പുത്രനോട് കൂടെ, പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ ഒരു സ്വർഗീയ ജീവിതം, അതിലേക്ക് കടന്നു വരുവാനാണ്, നിത്യകാലം അവസാനിക്കാത്ത ഒരു സ്വർഗീയ ജീവിതം സ്വന്തമാക്കുവാൻ ഈ മെജ്ജുകരി സന്ദേശങ്ങൾ നമ്മെ സഹായിക്കുമെന്നുള്ള ഉറപ്പാണ് പരിശുദ്ധ അമ്മ മെജ്ജുകരിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. അതിന് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, മെജ്ജുകരിയിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ ആവുന്നത്ര ഉൾക്കൊണ്ടുകൊണ്ട്, ഈ സന്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ജീവിച്ചുകൊണ്ട്, എന്തിനു വേണ്ടിയാണോ പരിശുദ്ധ അമ്മയെ സ്വർഗം ഈ ലോകത്തിലേക്ക് മെജ്ജുകരിലേക്ക് അയച്ചിരിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി, പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന് ഉപരി മഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ മെജ്ജുകരി സന്ദേശങ്ങൾ ജീവിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.